ഫ്രണ്ട്സ്, എല്ലാവർക്കും നീനൂസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് മുട്ട കൊണ്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷുമായിട്ടാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു തക്കാളി, ഒരു ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് സവോള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, പിന്നെ 2 മുട്ട. നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് ആണ് മുട്ട. ഈ മുട്ട നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയും ഉപ്പും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു വിസ്കോ സ്പൂണോ ഫോർക്കോ ഉപയോഗിച്ചിട്ട് നമുക്കിതിനെ ഒന്ന് നല്ലോണം ഒന്ന് ഉടച്ചിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ബീറ്റായി വന്നിട്ടുണ്ട്. ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി വേണ്ടത് നമുക്കിത് വറുത്തെടുക്കാൻ വേണ്ടി സ്റ്റൗ കത്തിച്ച് അതിനകത്തേക്ക് ഒരു പരന്ന പാൻ വയ്ക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒരു പാൻ വയ്ക്കുക. എന്നിട്ട് എണ്ണ ഒഴിച്ചതിന് ശേഷം നമ്മൾ എല്ലാ ഭാഗത്തേക്കും എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ച മുട്ട അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. നല്ലോണം ഫുള്ളും ആ പാനിലേക്ക് പരന്ന് വരണം. ഇതുപോലെ പരത്തിയെടുക്കുക. ഇപ്പോൾ ഒരു സൈഡ് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു പരന്ന ഏതെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ ചട്ടകമോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നമ്മളിതിനെ ഒന്ന് ഉടയ്ക്കാതെ, അതായത് കീറിയൊന്നും പൊട്ടിയൊന്നും പോവാതെ നമ്മൾ ഇതിനെ ഒന്ന് സൂക്ഷിച്ചൊന്നും മറിച്ചിടുക. എന്നിട്ട് അടുത്ത വശവും കൂടി നമ്മൾ ഇതുപോലെ തന്നെ ഒന്ന് വേവിച്ചെടുക്കുക. 2 സൈഡും കുക്കായതിനു ശേഷം ഇതുപോലെ ഒരു കട്ടിംഗ് ബോർഡിലേക്ക് വെച്ചതിന് ശേഷം ഇതുപോലെ റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കത്തി ഉപയോഗിച്ചിട്ട് നമുക്കതിനെ ഒന്ന് മുറിച്ചെടുക്കാം. കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാം. ഒരുപാട് നേരിയതായിട്ട് മുറിക്കരുത്. അങ്ങനെ ആകുമ്പോഴേക്കും മുട്ട പൊട്ടിപ്പോവും, അതായത് ഇങ്ങനെ റോളായിട്ട് കിട്ടത്തില്ല. ഇത് കണ്ടില്ലേ, മുറിച്ച് കഴിയുമ്പോഴേക്കും നമുക്കിവിടെ കാണാൻ സാധിക്കും എല്ലാം നല്ല റോളായിട്ട് തന്നെയാണ് കിടക്കുന്നത്. കണ്ടില്ലേ, ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. എല്ലാം വിടാതെ തന്നെ നല്ല നീണ്ട് നൂഡിൽസ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് വേണ്ടത് ഇതിന് ഒരു മസാല തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചട്ടി വയ്ക്കാം. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, തക്കാളി, ക്യാപ്സിക്കം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി കൂടി ഇട്ടതിന് ശേഷം നമുക്ക് അല്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാളയും ക്യാപ്സിക്കവും തക്കാളിയും എല്ലാം കിടന്ന് ഇതിനകത്ത് ഒന്ന് കുക്കായി കിട്ടണം, ഒന്ന് വെന്ത് കിട്ടണം. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇത്രയും പൊടികൾ നമ്മൾ ഇതിന് ഉപയോഗിക്കുന്നുള്ളൂ. എന്നിട്ട് ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നമ്മൾ അതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. കണ്ടില്ലേ, ഇപ്പം നല്ലൊരു കളർ വന്നിട്ടില്ലേ ഇതിന്. അതുപോലെ നല്ല ടേസ്റ്റാണ് ഇതിന്, നല്ല മണവും വരുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്, നല്ല കളറും വന്നിട്ടുണ്ട്. ഇതിപ്പോൾ മസാല നമുക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മുട്ട, അതാണ് ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് ചേർക്കാം. ഇതിങ്ങനെ ചേർത്തിട്ട് പതിയെ ഇളക്കുക. കാരണം മുട്ട ഒരുപാട് പൊട്ടിപ്പോവാതെ ആ സ്പ്രിങ് ആയിട്ട് തന്നെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പയ്യെ ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാം യോജിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ്. ഇനി ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനായിട്ട് ഞാൻ ഇതുവരെ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടോടുകൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. കണ്ടില്ലേ, ആവിയൊക്കെ പറക്കുന്നുണ്ടല്ലേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മുട്ട വറുക്കുന്നതും ബുൾസൈ അടിക്കുന്നതൊക്കെ യൂഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. അപ്പോൾ ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള നമ്മൾ മുട്ട കൊണ്ട് ട്രൈ ചെയ്യാം. ഇത് എല്ലാവരുടെയും വീട്ടിലുണ്ടാകുന്ന സാധനങ്ങൾ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഒന്നും ഇതിൽ ചേർത്തിട്ടില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായും ഇഷ്ടമാവും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യണേ. എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും വളരെയധികം നന്ദി.